ഹലോ മച്ചാന്മാരെ, അപ്പൊ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണെന്ന് നോക്കിയാലോ. അത് രാവിലെ തന്നെ വിഷ്ണു മച്ചാന്റെ വീട്ടിൽ പോയപ്പോ അതേ പോണ് രണ്ട് താറാവ് AGP-നെ പോലെ. പോത്തയടിച്ച് കെട്ടക്ക് പോറാനെ. ഞാൻ ഈ പോത്തിന്റെ മോനോട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം, ഞാൻ പിഞ്ഞാന്ന് കാണിക്കില്ല. അവനേക്കാൾ നല്ലവനാണ് ഇവനെന്ന് തോന്നുന്നു. വിഷ്ണു മച്ച അവന്റെ ജോലി ചെയ്യുന്നു, ഞാൻ എന്റെ ജോലി ചെയ്യുന്നു. ക്യാമറ എടുത്തുകൊണ്ട് തെണ്ടി തിരിഞ്ഞ് നടക്കും. ഞാനും ഇവന് വലിയ പരിചയമില്ലെങ്കിൽ പോലും പരിചയമുള്ളതുപോലെയാണ് ഇവന്റെ സ്വഭാവം. കാണാൻ ഒരു വോക്കൽ സ്പീക്കറിനെ പോലെ ഇരിക്കുമെങ്കിൽ ഇതൊരു ട്യൂട്ടറാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പിന്നെ ഒരു സോണിയുടെ DVD പ്ലെയർ ആക്രയുടെയും തപ്പ്. റൂബിൻ മച്ചാന്റെ വീട് വഴി പോയപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറിയപ്പോൾ കണ്ടതാണ് ഈ കാഴ്ചകൾ. അവൻ മീൻ വളർത്തുന്ന സെറ്റപ്പ് എല്ലാം കാണാൻ സാധിച്ചു. ഇതാണ് അവന്റെ പൂക്കിമോൾ. അടുത്തതായി ഞാൻ നേരെ വീട്ടിൽ പോയതിനു ശേഷം പോയത് വയലിലോട്ടായിരുന്നു, ഒരു കൊല വെട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിൽ പിച്ചാത്തി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ വഴിയിൽ കൂടെ പോണ പുല്ലിനെല്ലാം വെട്ടി പോകാറുണ്ടോ? ജസ്റ്റ് പ്ലക്ക് ഇറ്റ്. മഴ സമയത്തിന് തന്നെ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞതുകൊണ്ട് മഴ വരുന്നതിന് മുമ്പ് എന്നെ പ്രിക്കോഷൻസ് എടുക്കാൻ സാധിച്ചു. ഒരു കാലത്ത് കുടയില്ലാത്ത സമയത്ത് 90s ഒക്കെ യൂസ് ചെയ്തെന്ന ട്രിക്കായിരുന്നത്. ഞാൻ ഇവനെ അങ്ങ് തട്ടാനാണ് വന്നത്. പിതുക്കി നോക്കിയപ്പോൾ പിതുങ്ങുന്നില്ല. പിന്നെ അതിനെ വിട്ടിട്ട് വരാൻ നിന്നപ്പോഴാണ് മുകളിലോട്ട് നോക്കിയപ്പോൾ ഇതേ ഇരിക്കുന്നത് ഒരു സാധനം. സംഭവം പിടിച്ച് കുടഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാലും മനസ്സിനൊരു സംതൃപ്തിയിൽ ഈ കൊല വെട്ടാതെ എങ്ങനെ വീട്ടിലോട്ട് പോകും. പിന്നെ വെട്ടാൻ തോന്നിട്ട് അതിന്റെ അഗ്രഭാഗത്തേക്ക് ഒരു കുത്തി കയറ്റല്. ബാഹുബലിനെ ആ മൊട്ടക്കിളവൻ വെട്ടിയിട്ടതുപോലെയാണ് ഞാൻ കൊലേനും തറയിൽ അങ്ങ് വെട്ടിയിട്ടത്. പിന്നെ കൊലയും എടുത്ത് നേരെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോഴേക്കും സൂര്യ അമ്മാവൻ വന്നിട്ടുണ്ടായിരുന്നു. എന്താ മോനെ ഇങ്ങനെയെന്ന്. ഇതാണ് എൻ്റെ വീട്ടിലുള്ള ജെറികൃഷി. ജെറികൃഷി എന്ന് പറയുമ്പോൾ 2 ചെടിയും ഉണ്ട്, അത് 2 ചെറിയും ഉണ്ട്. വീടിനോട് തൊട്ടടുത്ത് തന്നെ ചാനലും ഉണ്ട്. ചാനലിന്റെ സൈഡിൽ ഒരു മാവും ഉണ്ട്. മാവിൽ നിറയെ മാങ്ങയും ഉണ്ട്. എല്ലാം ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല, ഇതുപോലെ കടന്ന് തപ്പേണ്ടി വരും വെള്ളത്തിന്റെ അകത്ത്. നമ്മളെ ഏറെ ചിരിപ്പിച്ച സലിം കുമാർ ചേട്ടൻ പറയും പോലെ, ഇത് എന്നാത്ത ചതനോ, ഇതൊനക്ക ചതനോ, ഇത് ആരൊക്കെ ചാതനോ. ചാനലിൽ തന്നെ ചത്ത എലിയും പാമ്പും വരുന്നത് കൊണ്ട് ഒന്ന് കഴുകി എടുക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ വാഴയൊക്കെ നടുന്ന വയലിൽ നട്ടതാണ് ഗൈസ്. അപ്പോൾ ഇത് എങ്ങനെയാണ് കടിച്ചിളക്കേണ്ടതെന്ന് അറിയാമല്ലോ. വായിച്ച് കടിച്ചിളക്കുക, കടിക്കുക, തിന്നുക, കടിക്കുക, തിന്നുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഡോണ്ട് ഫോർഗെറ്റ് ടു ഫോളോ.